ഇതൊരു ഒരു ഒരു അലുകുലത്ത Q&A ആണ്. ഇവിടെ നല്ല വെയില് കറക്റ്റ് എൻ്റെ ഉച്ചയിൽ തന്നെ അടിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ബൈ സബ്സ്ക്രൈബ്. ഓക്കെ ഓക്കെ അല്ലേ? ഞാൻ ഉണ്ടല്ലോ. ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ ആണ് നമ്മുടെ സെറ്റപ്പ് ഒഫീഷ്യൽസ്. ഇത് മിക്ക ക്വസ്റ്റ്യൻസ് എന്നെ അറിയാന്നുള്ള ആൾക്കാർ മാത്രമാണ് കേട്ടാ ചോദിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ അറിഞ്ഞു. ഇപ്പം ഞാൻ ഹോസ്പിറ്റലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒക്കെ അതിൻ്റെയൊക്കെ പാർട്ടാണ്. അപ്പോൾ ആ സമയത്തെല്ലാം എല്ലാ കാര്യത്തിലും ഓടി നടന്നത്. ഞാൻ പ്രതീക്ഷിച്ച പല ആൾക്കാരും, ഞാൻ എക്സ്പെക്ട് ചെയ്ത പല ആൾക്കാരും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 36 കമ്മിറ്റഡ് ആണോ? ചോദിക്കല്ലേ ചെയ്യുന്നത് ചേച്ചി, വഴക്കാട് പറയുന്നത്. ഇടറി വീഡിയോ, പോയി വീഡിയോ ഇടറി. അങ്ങനെ പിന്നെ എടുത്ത് വണ്ടി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സിലൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. അപ്പം ഞാനതിന് റിപ്ലൈ ഇടും എന്നുള്ള രീതിയിൽ. സോ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. കുറേ എന്ന് വെച്ചാൽ കുറേ അല്ല, ഒരു ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 10 ക്വസ്റ്റ്യന് മുകളിലുണ്ടെങ്കിൽ അതിൽ ആൻസർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 10 ക്വസ്റ്റ്യന് മുകളിൽ എന്തായാലും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിനൊരു Q&A വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് വണ്ടി. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് കയറിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പം അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഗൈസ് എന്നെ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നവരുണ്ടോ? ലോട്ട്സ് ഓഫ് പീപ്പിൾ. ആംബ്രിഡ്ജ് ഞാനിടും. നീ തിരിഞ്ഞാ നിൽക്കുന്നേ ഗൈസ്. അപ്പം ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നേ? അപ്പം Q&A ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ലൊക്കേഷനൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഹോസ്പിറ്റലിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്ന് Q&A ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് നമ്മുടെ സെറ്റപ്പ്, ഒഫീഷ്യൽ സെറ്റപ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഹരിത UX21 എന്നാണ്. അപ്പം ഹരിതേച്ചി ചോദിച്ചിരിക്കുന്നത് മോനൂസ് എവിടെയെന്നാണ്. ഹരിതേച്ചി അടുത്ത് എന്ത് പറയും? ഹരിതേച്ചി ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഹരിതേച്ചിനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കുറേ വിഷമമൊക്കെ ഉണ്ടായ സമയത്തെല്ലാം ഭയങ്കര സപ്പോർട്ട് തന്ന ആളാണ് ഹരിതേച്ചി. പിന്നെ ഭയങ്കര വൈബാണ് ഹരിതേച്ചി. അപ്പം ഹരിതേച്ചി താങ്ക് യു ക്വസ്റ്റ്യൻ ഇട്ടതിന്. അടുത്ത ട്രിപ്പ് എപ്പോഴാണ്? @സുധീഷ് അനന്തൻ 1361. അപ്പോൾ സുഡി സാറാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് മിക്ക ക്വസ്റ്റ്യൻസ് എന്നെ അറിയാന്നുള്ള ആൾക്കാർ മാത്രമാണ് കേട്ടാ ചോദിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ അറിഞ്ഞൂടാത്ത ആരും ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. അടുത്ത ട്രിപ്പ് നമുക്ക് പോവാം, സെറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് മിക്കവാറും നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത പോലെ നമുക്ക് തമിഴ്നാട് മറ്റേ ആദിയോഗിയിൽ പോവാം. എല്ലാം ഒന്ന് സെറ്റായിട്ട് നമുക്ക് ട്രിപ്പ് പോവാം. അപ്പം ഹരിതേച്ചിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് സുഡി സാറിൻ്റെ കേസും. ഇവരൊക്കെ എനിക്ക് എൻ്റെ ചില മോശം സമയത്തെല്ലാം മീൻസ് എൻ്റെ മോശം സമയത്തെല്ലാം ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ മിസ് ചെയ്യുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ടതിന് താങ്ക് യു കേട്ടോ. അടുത്ത് ഇട്ടിട്ടുണ്ട് വീഡിയോസൊക്കെ ആരാണ് എഡിറ്റ് ചെയ്ത് തരുന്നത്? അശ്ന ശ്രീനിവാസൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അശ്നയാണ്. വീഡിയോസൊക്കെ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. എല്ലാം സെൽഫാണ് എല്ലാം. അപ്പം അശ്നയും അതുപോലെ തന്നെയാണ് എൻ്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ അശ്നയൊക്കെ. ഇവരെല്ലാവരും ഭയങ്കര മിക്ക ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്ന എല്ലാം എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണേ. അപ്പോൾ അശ്ന വീഡിയോസ് എല്ലാം ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. എല്ലാം കുളമായിരിക്കും എന്ന് എനിക്കറിയാം. കുഴപ്പമില്ല, ജസ്റ്റ് ജീവിച്ചൊക്കെ പോട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു അശ്ന. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജൂലിയറ്റ് ട്രീസ. ഷുട്ടു എപ്പോഴാ ഇങ്ങോട്ട് വരിക? അപ്പം ജൂലിയറ്റിനോട് പറയാൻ ശുണ്ടു ഞാൻ വരാം, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, ഇത് ജൂലിയറ്റ് വന്നിട്ട് എൻ്റെ ഭയങ്കര ഒരു അനിയത്തിയാണേ, ഭയങ്കര അടുത്ത് നിൽക്കുന്നതാണ്. അപ്പം അവൾ കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂരിൽ എങ്ങോട്ട് എപ്പോൾ വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. എപ്പോൾ വരുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ വരുമ്പോൾ എന്തായാലും ഞാൻ വിളിക്കാം. നമ്മൾ ഇങ്ങനെ മെസ്സേജ് ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇവരൊക്കെ എൻ്റെ വീഡിയോസൊക്കെ എപ്പോഴും കാണും, ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. അപ്പം
ചുണ്ടുമണി താങ്ക് യു ക്വസ്റ്റ്യൻ ഇട്ടതിന്. പിന്നെ എന്താ അവളെക്കുറിച്ച് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യൂട്ടാണ്, ഭയങ്കര ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയമൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചി പൊളിയല്ലേ, മൈ മോട്ടിവേഷൻ സൂപ്പർ വ്ളോഗ്. ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, എനിക്ക് അല്ലാണ്ട് കമൻറ്റ് ഇട്ടിരിക്കുന്നതാണ്. നറൂട്ടോ 178. അപ്പം ഐഡി കണ്ടിട്ട് ആയിഷയുടെ ആണെന്നാണ് തോന്നുന്നത്. ആയിഷനെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് പരിചയപ്പെട്ടത്. ആയിഷ അതേപോലെ തന്നെ എൻ്റെ ഒരു അനിയത്തിയാണ്, ക്യൂട്ടാണ്, ഭയങ്കര രസമാണ് കാണാനൊക്കെ. എല്ലാ വീഡിയോ കാണും, വന്നിട്ട് എനിക്ക് ചേച്ചി വീഡിയോ കണ്ട് അവളെ എന്നെ കുറേ പേരെ കണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിപ്പിച്ചോട്ടോ. അപ്പം അവള് പൊളിയാണ്. അവളിട്ട കമൻ്റാണ്, ചേച്ചി പൊളിയല്ലേ, മൈ മോട്ടിവേഷൻ സൂപ്പർ വ്ളോഗ്. മോട്ടിവേഷൻ എന്തൊക്കെ ദൈവമേ. അപ്പം ഐഷയ്ക്ക് താങ്ക് യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് ആരാണ്? അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, യു ആർ യൂട്യൂബ് മോട്ടിവേറ്റർ അറ്റ് ബോഗൻവില്ല സന വ്ളോഗ്സ്. സൈദി ചേച്ചിയാണ് ഇട്ടിരിക്കുന്നത്, യു ആർ യൂട്യൂബ് മോട്ടിവേറ്റർ എന്ന് പറയുമ്പം അത് നമ്മൾ ഇപ്പം എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത ആൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച സൈഡി ചേച്ചി തന്നെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് കണ്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇടാണ്ട് ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴോ ചേച്ചി വന്നിട്ട് എവിടെ ഇതിൻ്റെ വീഡിയോ എവിടെ എടുത്തിറേ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി തന്നെയാണ് എനിക്ക് മോട്ടിവേഷൻ തരുന്നത്. സൈഡി ചേച്ചീനെ കുറിച്ചൊക്കെ ആണെങ്കിൽ വാക്കുകളുണ്ടെന്നും പറയാനൊന്നും പറ്റൂല, അതിനെക്കാട്ടിലൊക്കെ അപ്പുറത്താണ്. എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ, എൻ്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വന്ന സമയത്ത് അതെൻ്റെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഇപ്പം ഞാൻ ഹോസ്പിറ്റലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒക്കെ അതിൻ്റെയൊക്കെ പാർട്ടാണ്. അപ്പോൾ ആ സമയത്തെല്ലാം എല്ലാ കാര്യത്തിലും ഓടി നടന്നത് ഞാൻ പ്രതീക്ഷിച്ച പല ആൾക്കാരും, ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പല ആൾക്കാരും കൂടെ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച പല ആൾക്കാരും നിൽക്കാത്ത സമയത്തും എൻ്റെ കൂടെയൊക്കെ നിന്ന ആളാണ് സൈനി ചേച്ചി. അപ്പം സൈനി ചേച്ചീനെ കുറിച്ചൊക്കെ പറയാനൊന്നും വാക്കുകളില്ല. മോട്ടിവേഷൻ തരുന്നത് സൈനി ചേച്ചി തന്നെയാണ്. വീഡിയോ കണ്ടില്ലെങ്കിൽ അപ്പം ചോദിക്കുകയല്ല ചെയ്യുന്നത്, ചേച്ചി വഴക്കാട് പറയുന്നത്, ഇടറി വീഡിയോ ഇടറി, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സൈനി ചേച്ചി യൂട്യൂബറാണ് കേട്ടോ. സൈനി ചേച്ചിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ മോശ സമയത്തെല്ലാം കൂടെ നിന്ന ആളാണ് സൈനി ചേച്ചി. അപ്പം സൈനി ചേച്ചീനെ കുറിച്ചൊന്നും പറയാനൊന്നും വാക്കൊന്നുമില്ല. സൈനി ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചിയെ കുറിച്ച് ഞാൻ പൊക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം കമൻറ്റ് ഇട്ടതിന് താങ്ക് യു സൈനി ചേച്ചി. വരുന്നുണ്ട് ഞാൻ ഉടനെ അങ്ങോട്ട്. ഓക്കെ, അടുത്തത് നമ്മൾ ഒന്നിച്ചുള്ള വ്ളോഗുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഷൂട്ട് ചെയ്ത് നോക്കി. അപ്പോൾ എപ്പോഴും ഇതുവഴി വണ്ടിയും ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ അതാവുന്നു. അതുകൊണ്ട് നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, മീൻസ് എനിക്കൊരു ഒരു ഓക്വേർഡ്നെസ് തോന്നുന്നു. അപ്പം ഇവിടെ കുറച്ച് പടിയൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. അപ്പം അങ്ങോട്ട് പോയിരിക്കാം എന്ന് വിചാരിച്ചു. അതാകുമ്പം ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ഓക്കെ ഗൈസ്, നമുക്ക് ലൊക്കേഷൻ കിട്ടി. ലൊക്കേഷൻ ചേഞ്ച്. അന്ന് Q&A വീഡിയോയുടെ ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് അന്ന് വൈകുന്നേരമാണ് ആ വീഡിയോ എടുത്തത്. പിന്നെ മഴ പെയ്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരുന്ന വർക്കൊക്കെ ബിസിയായി. അപ്പം പിന്നെ ഇന്ന് ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പം പുതിയ ലൊക്കേഷൻ ചേഞ്ച്. ഓക്കെ, അപ്പം @IG_Kichu569 ഇട്ടിരിക്കുന്നു. കീപ് ഗോയിങ് 2 തീ ഇട്ടിട്ടുണ്ട്. താങ്ക് യു. ക്വസ്റ്റ്യൻ ഇടാൻ പറഞ്ഞപ്പം വന്ന് കമൻറ്റ് ഇട്ടു. അയ്യോ, എന്നെ ആരോ വിളിക്കുന്നു. @IG_Kichu569 പറഞ്ഞിരിക്കുന്നു. കീപ് ഗോയിങ് 2 തീ ഇട്ടിട്ടുണ്ട്. താങ്ക് യു. ക്വസ്റ്റ്യൻസ് ഇടാൻ പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റൊക്കെയാണ് വന്നിട്ടിട്ട് പോയേക്കുന്നത്. @Sona46 സോന വന്നിട്ട് 2 ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സോനയ്ക്ക് ഇത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. സോന എൻ്റെ കസിനാണ്. പുള്ളിക്കാരിക്ക് അങ്ങോട്ട് പിടികിട്ടിയില്ല. വീണ്ടും സോന ഇട്ടിരിക്കുന്നു. ഞാനും പറയാം എന്ത് പറയാതെ. അവളെന്തോ എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടതാണ് കേട്ടോ. സോന ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വണ്ടർല പോയാലോ, കുറേ ആയി പറയുന്നു. വൈ ചേച്ചി,
വൈ ദിസ് കൊലവറി. ഓക്കെ, വണ്ടർല പോവാം. ഞാനും കുറേ നാളായിട്ട് അവളുടെ അടുത്ത് പറയുന്നത് വണ്ടർല പോകുന്ന കേസ്. അവൾ എറണാകുളത്താണ് ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ 1 വർഷം മുന്നേ എങ്ങാണ്ടാണ് എറണാകുളത്ത് പോയപ്പോൾ അവളുടെ കൂടെ സ്റ്റേ ഒക്കെ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, പൊളിയായിരുന്നു. സോണാറെ ഞാൻ വരുന്നുണ്ട്. ഓക്കെ, വണ്ടർല പോവാം. അപ്പോൾ കമൻറ്റ് ഇട്ടതിന് താങ്ക് യു കേട്ടോ. അവളുടെ അടുത്ത് ഞാൻ എൻ്റെ വീഡിയോ തന്നെ അവൾക്ക് അയച്ചു കൊടുത്തിട്ട് അവരുടെ കമൻറ്റ് ഇടാൻ. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് ആരും കമൻറ്റ് ഒന്നും ഇടൂല എന്ന് വിചാരിച്ചു. കമൻറ്റ് മീൻസ് ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സോനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സോനാരി എൻ്റെ കസിനാണ്. എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര നല്ല ഒരു കസിനാണ്. നിന്നെ ഞാൻ പൊക്കിയിട്ടുണ്ട്. വണ്ടർലയുടെ ടിക്കറ്റ് നീ എടുത്തോണം കേട്ടല്ലോ. ഓക്കെ, അടുത്ത റോബിൻ റോയ് 6935 ഹാർട്ട്. കമൻ്റ് ഇടാനല്ലേടാ പറഞ്ഞേ. താങ്ക് യു. അപ്പോൾ സോനയ്ക്കും താങ്ക്സ്. 3-4 ഇതിട്ടു അവള്. പിന്നെ ആഷ്മിൻ പാർക്ക് 279 ചേച്ചിയെ കാണാൻ എന്ത് ക്യൂട്ടാ. ഈ ക്യൂട്ട്നെസ്സിൻ്റെ സീക്രട്ട് പറയോ? ഇവളെന്തിനാ എന്നെ ചേച്ചി എന്ന് വിളിച്ചേക്കുന്നേ? ഗൈസ് അറ്റ് ആഷ്മിൻ പാർക്കിൻ്റെ ഫ്രണ്ടാണ്. ചേച്ചിയെ കാണാൻ എന്ത് ക്യൂട്ടാ. താങ്ക് യു ചേച്ചി, നന്ദിയുണ്ട്. ഈ ക്യൂട്ട്നെസ്സിൻ്റെ സീക്രട്ട് പറയൂ. നോക്ക്, എനിക്കങ്ങനെ സീക്രട്ടൊന്നുമില്ല. എല്ലാം എൻ്റെ സീക്രട്ടുകളെല്ലാം പുറത്താണ്. ഞാൻ അങ്ങനെ സീക്രട്ടായിട്ടൊന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല കേട്ടോ ചേച്ചി. അപ്പോൾ ചേച്ചി ക്വസ്റ്റ്യൻ ഇട്ടതിൽ സന്തോഷമുണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. ഇനിയും ചേച്ചിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ആഷ്മിൻ പാർക്ക് 279 കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. ബാങ്ക് വിളിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല. അപ്പം ആഷ്മിൻ പാർക്ക് 279. ആഷ്മിൻ പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഷ്മിൻ പാർക്ക് എൻ്റെ ഫ്രണ്ടാണ്. വളരെ നല്ല, നിന്നെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. ഓക്കെ, അപ്പോൾ അക്ഷയ് S7236 കമ്മിറ്റഡ് ആണോ? കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. വീട്ടുകാരോട്, നാട്ടുകാരോടില്ല, വീട്ടുകാരോട്, ഫ്രണ്ട്സിനോട്, എല്ലാവരോടും കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അങ്ങനത്തെ കമ്മിറ്റ്മെൻറ്റുകൾ എനിക്ക് ഒരുപാടുണ്ട്. പിന്നെ മറ്റേ കമ്മിറ്റ്മെൻ്റാണ് ഉദ്ദേശിച്ചതെങ്കിൽ കമ്മിറ്റഡ് ടു മൈസെൽഫ്. നിങ്ങളോട് തന്നെ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരായിരിക്കുക. നിങ്ങൾക്ക് തന്നെ ഒരു നിലപാടുണ്ടായിരിക്കുക. That's it. അപ്പം അങ്ങനെയാണ് കാര്യം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളോട് കൂടി നിൽക്കുന്നവരോട് നിങ്ങൾ നിൽക്കുക. പിന്നെ ആരെയും പറഞ്ഞു പറ്റിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ ആരെയും കണ്ണ് നിറയിപ്പിക്കാതിരിക്കുക. നമ്മൾ കാരണം ഒരാളെയും നമ്മൾ വിഷമിപ്പിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ അക്ഷയ് ഇത്രയൊക്കെ മതിയല്ലോ അല്ലേ? അക്ഷയുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അക്ഷയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്ഷയും എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ ഭയങ്കര നല്ലൊരു ഫ്രണ്ടാണ് അക്ഷയ്. അപ്പം അക്ഷയ് ക്വസ്റ്റ്യൻ ഇട്ടതിന് താങ്ക്സ്. സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, നിങ്ങൾ മിക്കവരും എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട്, പക്ഷേ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. നോബിൻ ഫിലിപ്പ് 17M. ഇപ്പം നോബി ചേട്ടൻ ഇട്ടിരിക്കുന്നു ഇങ്ങനെ തന്നെ പോകട്ടെ. ക്വസ്റ്റ്യൻ അല്ല, കമൻ്റാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന്. ഓക്കെ, പോട്ടെ, ഇങ്ങനെ പോട്ടെ, ഇങ്ങനെ തന്നെ ഇങ്ങനെ കയറി പോട്ടെ. അപ്പം മിക്കവരും എന്നെ അറിയാമെന്നുള്ളവർ എന്നെയാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. പിന്നെ
ബാക്കി കുറേ പേരൊക്കെ കമൻറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഇവിടെ നല്ല വെയിൽ കറക്റ്റ് എൻ്റെ ഉച്ചയിൽ തന്നെ അടിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ബൈ സബ്സ്ക്രൈബ്. ഓക്കെ, ഇതൊക്കെ തന്നെ, ഇതൊക്കെയാണ്. ഇതൊരു ഒരു അലുകുലത്ത Q&A ആണ്. നിങ്ങളപ്പം ഇത്രയും നേരം സഹിച്ചിരുന്ന് കണ്ടവർക്ക് നന്ദി. ഇത് കാണാതെ സ്കിപ്പ് ചെയ്ത് പോയവർ കാണുക, സ്കിപ്പ് ചെയ്ത് പോയവർ എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പിന്നെ എന്തെന്ന് പറയാൻ, ഇതൊക്കെ തന്നെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇട്ടിരുന്ന് ഞാൻ വെയിലടിച്ച് കരിയും. അപ്പം ഓക്കെ, ബൈ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, ബൈ. ആ ബാക്ക് ലൊക്കേഷൻ എടുത്താലോ?